നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലാസിക്കോ പോരാട്ടമാണ് അടുത്തത്. സാൻഡോസും പാൽമിറാസും തമ്മിൽ സിരിയയിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. പാൽമിറാസിൻ്റെ പല പ്രമുഖ താരങ്ങളും ഇല്ല. ഹോസെ മാനുവൽ ലോപ്പസ് അർജൻറ്റീന ടീമിന് ഒപ്പമാണ്, വിക്ടർ റോക്ക് ബ്രസീൽ ടീമിനൊപ്പമാണ്. അപ്പോൾ അതൊരു അവസരമാണ് സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം. പരാജയപ്പെടുത്താൻ പറ്റുമോ പാൽമിറാസിനെ എന്നുള്ളത് കണ്ടറിയണം. നാളെ പുലർച്ചെ 5:30 കളി. ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് പിന്തുണ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ അവരുടെ ട്രെയിനിങ് സെഷനിലൊക്കെ ആരാധകരൊക്കെ വന്ന് വലിയ രൂപത്തിൽ താരത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തി ബാനറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നെയ്മറുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം. കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യത കുറവാണെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതെന്തോ ആവട്ടെ, ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സാൻഡോസിനായിട്ടുള്ള കളിയുടെ കണക്കുകൾ നോക്കുമ്പോൾ അതത്ര മികച്ചതല്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും അത്ര മികച്ചതല്ല. ഇനി മറ്റൊരു ബാൻ ഇങ്ങനെ ഒരു ത്രെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുകൊണ്ട് 2 യെല്ലോ കാർഡുകൾ തുടരെ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് തന്നെ നെയ്മറെ സംബന്ധിച്ചിടത്തോളം സാൻഡോസിനായിട്ടുള്ള ഫൈനൽ സ്ട്രെച്ചിലെ മത്സരം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു യെല്ലോ കാർഡ് കിട്ടിയ സസ്പെൻഷനാവും. ഇപ്പോൾ നോക്കുക, ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്ക് നോക്കിയാൽ അദ്ദേഹത്തിന് 3 ഗോളുകളാണ് ആകെ നേടാൻ പറ്റിയത്. 6 യെല്ലോ കാർഡുകൾ കിട്ടി. 15 മത്സരങ്ങളാണ് ആകെ കളിച്ചത് സിരിയയിൽ. അതിലാണ് 3 ഗോളുകളും 6 യെല്ലോ കാർഡുകളും കിട്ടിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഗോളുകളേക്കാൾ കൂടുതൽ കാർഡുകൾ നേടിയ ഒരു വർഷമാണ് നെയ്മർ ജൂനിയർക്കിത്. ഇനി അത് മാത്രമല്ലെന്നേ, അദ്ദേഹത്തിന് കിട്ടിയ ഈ 6 കാർഡുകളിൽ അവസാനത്തെ 3 യെല്ലോ കാർഡുകൾ കിട്ടിയത് എന്തിനാണെന്നറിയോ? ഒരേ കാര്യത്തിലാണ്, കംപ്ലൈനിങ്. റഫറിയോട് തർക്കിച്ച് കംപ്ലയിൻസൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ തർക്കിച്ചിട്ട് കിട്ടുന്നതാണ് ഈ കൂടുതൽ കാർഡുകളും എന്നുള്ളത് കൂടി നോക്കുക. ഏതായാലും 3 ഗോളും 1 അസിസ്റ്റുമാണ് നെയ്മർ ജൂനിയറുടെ കരിയറിൽ 2025 ആകെ അദ്ദേഹം അവരുടെ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത്. കൂടാതെ ആകെ 15 കളികൾ കളിച്ചു. അതിൽ വിജയമെന്ന് പറഞ്ഞാൽ 5 കളികൾ മാത്രമേ ഉള്ളൂ. നോക്കുക, 4 കളികൾ സമനിലയായി, 6 കളികൾ തോൽക്കുകയും ചെയ്തു. ഏതായാലും നെയ്മറെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു ഘട്ടമല്ല ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.